Okay. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ഇൻ ഡീപ് ലേണിംഗ്, അതായത് CNN, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഇമേജ് ക്ലാസിഫിക്കേഷൻ. ഇമേജ് ക്ലാസിഫിക്കേഷൻ ടാസ്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബട്ട് വേറെ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡിജിറ്റൽ സിഗ്നൽസിന് വേണ്ടിയിട്ടും അതുപോലെ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മളത് ടെക്സ്റ്റൽ ഇൻഫർമേഷൻസിനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ബട്ട് മോസ്റ്റ്ലി വി ആർ യൂസിങ് ഇറ്റ് ഫോർ ഇമേജ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ നമ്മൾ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷന് ശേഷം ഇമേജ് ലോക്കലൈസേഷൻ എന്ന് പറയും. വെച്ചാൽ ഒരു ഇമേജിൽ ക്ലാസിഫൈ മാത്രം ചെയ്താൽ പോയാൽ ആ ഇമേജിൽ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് പറയുക. അതുപോലെ അതാണ് ലോക്കലൈസേഷൻ. പിന്നെ ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ സെമാൻറ്റിക് സെഗ്മെന്റേഷൻ. അപ്പൊ ഇതിന്റെയൊക്കെ ഹയർ വേർഷൻസ് ആണ്. നമ്മളുടെ ഈ കോഴ്സിന്റെ ഒരു സ്കോപ്പിൽ അത്രയും കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്സിലും പിന്നെ ട്രാൻസ്ഫർ ലേണിംഗും ആണ് നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ ബേസിക് പെർസെപ്ട്രോൺ മോഡൽ പറഞ്ഞു, നമ്മള് MLP മൾട്ടി ലെയർ പെർസെപ്ട്രോൺ പറഞ്ഞു, പിന്നെ അതിന്റെ ഒരു വേരിയന്റ് പോലെ നമ്മൾ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക്സ് പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ചെയ്ത ഈ പറയുന്ന പ്രോസസ്സുകളിലെല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, വി ഹാവ് ദ ഡേറ്റ, വി ആർ ഡൂയിങ് സം പ്രീ പ്രോസസ്സിംഗ്. After that we are extracting the features, then after getting that features we are giving it to the neural network, and neural network will get trained and will get a model, and using that model we are trying to predict the future unknown data. അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇതുവരെ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കൂടി നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, ഈ ന്യൂറൽ നെറ്റ്വർക്കുകളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വി നീഡ് നോട്ട് ടു ഗോ ബിഹൈൻഡ് ദ ഹാൻഡ് പിക്ഡ് ഫീച്ചേഴ്സ്. നമ്മൾ ഹാൻഡ് പിക്ഡ് ഫീച്ചേഴ്സിന്റെ പുറകില് പോകേണ്ട ആവശ്യമില്ല. ദ നെറ്റ്വർക്ക് ഇറ്റ്സെൽഫ് വിൽ extract the features and also it will train the classification model. അപ്പൊ ആ രണ്ട് ടാസ്കുകളും, ഫീച്ചർ എക്സ്ട്രാക്ഷൻ പ്ലസ് ക്ലാസിഫിക്കേഷനും ഒക്കെ എന്ത് ചെയ്തോളും, ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ തന്നെ ചെയ്തോളും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു ഇമേജിനെ ലേൺ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോൾ എങ്ങനെ ഇമേജിനെ ലേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഹ്യൂമൻ ഫേസിനെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, എങ്ങനെയായിരിക്കും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഹ്യൂമൻ ഫേസ് ആണെങ്കിൽ, ഏതൊരു ഹ്യൂമൻ ഫേസ് ആണെങ്കിലും നമുക്കറിയാം അതിനകത്തൊരു സെവറൽ കമ്പണൻസിന്റെ പ്രസൻസ് ഉണ്ടാവും അല്ലെ. ഒരു കണ്ണ്, മൂക്ക്, വായ, പിരുകം, അങ്ങനെയുള്ള പല പല കമ്പണൻസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവും. അപ്പൊ ഈ പ്രസൻസുകളെ, ഈ കമ്പണൻസിനെ ലേൺ ചെയ്ത് കമ്പൈൻ ചെയ്തെടുത്താൽ, ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതൊരു ഫേസ് ആണ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യുന്ന ആവശ്യമില്ല, കണ്ണും മൂക്കും വായും ഒന്നും ഇന്ന പോർഷനിലാണെന്ന് എക്സ്ട്രാക്ട് ചെയ്ത്, ഇമേജ് പ്രോസസിംഗ് ഒക്കെ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. The CNN itself will extract the features. Okay, so some patterns are much smaller than the whole image, so we have to learn that particular patterns. Okay, ഇപ്പൊ ഇവിടെ തന്നെ ബീക്ക്, ഇപ്പൊ ഒരു ബേർഡിനെ ക്ലാസിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ almost for every birds there will be a beak. അല്ലെ, അപ്പൊ ആ ബീക്ക് എങ്ങനെ നമുക്ക് ലേൺ ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഈ ബീക്കിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അത് ന്യൂറൽ നെറ്റ്വർക്കിന് പറയുന്നു, ഈ ബീക്ക് ഉണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം, അതൊരു ബേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇമേജിൽ ഈ ഒരു പോർഷനിലാണ് ബീക്ക് ഉള്ളത്, പക്ഷെ വേറൊരു ഇമേജിൽ വേറൊരു പോർഷനിലാവാം അല്ലെ. പല പല സ്ഥലങ്ങളിൽ പല പല രീതിയിൽ ആവാം. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു
particular specific area മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല. We have to traverse over the entire image and find the presence of particular features. Okay. So the same pattern appears in different places. They can be compressed. Okay. What about training a lot of such small detectors and each detector must move around? ഒന്ന് ആലോചിക്കുകയെ ഇതിൽ തന്നെ രണ്ട് ഇമേജസ് ഉണ്ട്, രണ്ട് തരത്തിലുള്ള ബീക്കാണ്. അതിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് തന്നെ ഇമേജിൽ തന്നെ സ്പേഷ്യലി നോക്കിയാലും പല സ്ഥലങ്ങളിലാണ് അല്ലെ. സോ ഒരിടത്ത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പർ ലെഫ്റ്റ് ബീക്ക് എന്നും പറഞ്ഞ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. ഇവിടെയാണെങ്കിലോ ഒരു മിഡിലായിരിക്കും ബീക്ക് വരിക. somehow the presence of beak should be detected. Okay. അപ്പൊ ആ പ്രസൻസ് വെച്ചിട്ട് ഇതാണ് ശരിക്കും നമ്മൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ കമ്പോണൻസിന്റെ പ്രസൻസിനെയാണ് നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കി, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്കില് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് we are considering the entire image as a matrix. Okay, ഒരു 2-dimensional ഡാറ്റ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ഇമേജിനകത്തെ ചെറിയ 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 പോർഷൻസിനെ കൺവല്യൂട്ട് ചെയ്യും. കൺവല്യൂട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. ഒരു മെട്രിക്സിന്റെ മുകളിൽ വേറൊരു മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തമ്മിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വി വിൽ ട്രാവേഴ്സ് ഓവർ ദ എൻറ്റയർ ഇമേജ്. ഓക്കെ, യൂസിങ് എ പർട്ടിക്കുലർ മെട്രിക്സ്. ഈ മെട്രിക്സിനെ നമ്മൾ ശരിക്കും കേർണൽ എന്ന് പറയാം. അപ്പൊ ഈ കേർണൽ ഓവർലാപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്യും. അത് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ അടുത്തടുത്ത ലെയറുകളിലേക്ക് പോകും. So a CNN is a neural network with some convolution layers. A convolution layer has a number of filters that does convolution operation. So we have an input image, we have a filter, we will overlap that filter to the image at different positions and we will perform the convolution operation. As a result, we will get a single value. With those values, we will again construct another feature map. Likewise, on going with multiple layers, we will end up with a proper classification. അങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മളുടെ ഒരു ഇമേജ് എന്ന് കൺസിഡർ ചെയ്യുക. സോ ഈ ഇമേജിനകത്ത് കുറെ പോയിന്റ്സ് വൺസും കുറെ പോയിന്റ്സ് സീറോസും ആണ്. ഇറ്റ്സ് റെപ്രസെന്റ്സ് എ പർട്ടിക്കുലർ ഇമേജ് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മള് ഇതാണ് നമ്മളുടെ ഫിൽറ്റർ എന്ന് വിചാരിക്കുക. നമുക്ക് കുറെ ഫിൽറ്റേഴ്സ് ഉണ്ടാവും. ഇതൊരു ഒരു പർട്ടിക്കുലർ പ്രസൻസ്, അതായത് ഡയഗണൽ ആയിട്ടൊരു ലൈൻ അവിടെ ഉണ്ടോ എന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഒരു ഡയഗണൽ ലൈനിന്റെ പ്രസൻസ് ഉണ്ടോ, ഇത് ഒരു വെർട്ടിക്കൽ ലൈനിന്റെ പ്രസൻസ് ഉണ്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഒരു 3x3 ഡിറ്റക്ടർ ആണ്. ഈ ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ ഓരോന്നിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഫിൽറ്റർ എടുക്കുന്നു. ഈ ആദ്യത്തെ ഫിൽറ്റർ എടുത്ത് എന്ത് ചെയ്യും, ഇവിടെ ഓവർലാപ്പ് ചെയ്യും. നോക്കിയേ, ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് നോക്കിയേ, എന്തായിരിക്കും കിട്ടുക. അതായത് ഈ 1 into 1 ഓക്കെ പ്ലസ് 0 into -1 പ്ലസ് 0 into -1 പ്ലസ് 0 into -1 പ്ലസ് 1 into 1 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് കിട്ടാൻ പോകുന്ന സംബന്ധം ആയിരിക്കും എക്സാക്ട്ലി ഈ ഡയഗ്രാംസിൽ വന്നാണ് ഇവിടെയും വൺസ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് എ വാല്യൂ 1. ആ 1 കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ, ദാറ്റ് pattern is present at that particular position. Okay. അതിനുശേഷം അതേ 1 അല്ല 3 സോറി അതിനുശേഷം അതേ ഫിൽറ്ററിനെ തന്നെ അടുത്ത സ്റ്റൈൽ നമ്മൾ ഈ മൂവ് ചെയ്യുന്നതിന് ഈ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്ത് ഒരു കോളം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കിപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ട്രൈഡ് എന്ന് പറയാ.
അപ്പൊ ആ സ്ട്രൈഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ അറ്റ് എ ടൈം ഒരു കോളം ആയിരിക്കും സ്കിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ഓവർലാപ്പ് ചെയ്ത് അതിന്റെ പ്രസൻസ് നോക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടാൻ പോണത് എന്താണ്? -1 എന്നുള്ള വാല്യൂ ആണ്. അഗെയിൻ സ്ട്രൈഡ് 2 ആണെങ്കിൽ ആദ്യം ഇവിടെ, പിന്നെ 2 കോളം സ്കിപ്പ് ചെയ്യും. കണ്ടോ? ഇങ്ങനെയായിരിക്കും ഓവർലാപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത മൂവ് ചെയ്യുന്നു, അടുത്ത വാല്യൂ, അടുത്ത മൂവ് ചെയ്യുന്നു, അടുത്ത വാല്യൂ, വീണ്ടും മൂവ് ചെയ്യുന്നു, അടുത്ത വാല്യൂ. അങ്ങനെ ഫൈനലി നമുക്ക് എന്താ കിട്ടുക? ഒരു 6x6 ഇമേജിൽ കൺവല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 4x4 വാല്യൂ ആയിട്ട് ചുരുങ്ങി ഇത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത് ഇമേജ് ആണ്. ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് ലെവലിൽ വരുമ്പോൾ ഇതിനെ നമ്മളൊരു ഫീച്ചർ മാപ്പ് എന്താ ജനറലി പറയാം. ഓക്കെ, ഇത് ഫീച്ചർ മാപ്പ് ആഫ്റ്റർ ദി ഫസ്റ്റ് കൺവല്യൂഷൻ ഓപ്പറേഷൻ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിയേ, അതിന്റെ പ്രസൻസ്, ആ 111 എന്ന് പറയുന്നതിന്റെ പ്രസൻസ് വന്ന 2 സ്ഥലങ്ങളിൽ നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വേറെ എന്തൊക്കെയോ വാല്യൂ ആണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അടുത്ത ഫിൽറ്റർ വെർട്ടിക്കൽ ലൈൻസിന്റെ പ്രസൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നു. കണ്ടോ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെർട്ടിക്കൽ ലൈനിന്റെ പ്രസൻസ് കിട്ടുക 3. ബാക്കി എല്ലായിടത്തും നെഗറ്റീവ് വാല്യൂസ് ഒക്കെ കിട്ടുക, ചില ചെറിയ വാല്യൂസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഫീച്ചർ മാപ്പ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതേ കേസ് തന്നെ നമ്മൾ RGB, ഇപ്പൊ നമ്മളൊരു ബൈനറി ഇമേജിന്റെ കാര്യമാണ് പറഞ്ഞത്. RGB ഇമേജിന്റെ കേസ് ആണെങ്കിലും ഓരോ ചാനലിലും ആർ ചാനലിലും ബി ചാനലിലും ജി ചാനലിലും നമ്മൾ എന്ത് ചെയ്യും? ഇതേ ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഫീച്ചർ മാപ്പുകൾ, പല ഫീച്ചർ മാപ്പുകളായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഇമേജ് കൺവല്യൂഷൻ ചെയ്യുന്നു, ഒരു ഫീച്ചർ മാപ്പ് കിട്ടുന്നു. ഈ ഫീച്ചർ മാപ്പിനെ ഇൻപുട്ട് ആയിട്ട് കൊടുത്ത് നമ്മൾ ഒരു ഫുള്ളി കണക്റ്റഡ് നെറ്റ്വർക്ക് കൊണ്ടുവരുന്നു. അപ്പോ ആദ്യത്തെ ഈ പോർഷൻ ഫീച്ചർ എക്സ്ട്രാക്ഷനും, ഈ അവസാനം ഒരു MLP പോലെ DNN പോലെ ഒരു ലെയർ ഉണ്ടാവും. അതാണ് എക്സാക്ട്ലി ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വാല്യൂസിനെ, ഈ പറയുന്ന ഇത്രയും ഫീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരൊറ്റ ലീനിയർ അറയാക്കി മാറ്റി അവിടെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്ത് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ സ്ട്രക്ചർ ആണ്. അപ്പോ ഇവിടെയാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൺവല്യൂഷൻ ഇപ്പൊ ഒറ്റ ലെയറിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ കൂടുതൽ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് വരും എന്നുള്ളതാണ് നമ്മളുടെ ഇൻട്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ 6x6 4x4 വന്നു. ആ 4x4 വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നേരെ ഡയറക്ട്ലി ക്ലാസിഫിക്കേഷൻ ചെയ്യാ ചെയ്തേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഇൻട്രൊഡ്യൂസിങ് അനദർ ഓപ്പറേഷൻ കോൾ മാക്സ് പൂളിംഗ്. മാക്സ് പൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫീച്ചർ മാപ്പിനെ നമുക്ക് കിട്ടിയല്ലോ. ഈ ഫീച്ചർ മാപ്പ് ആദ്യത്തെ ഫിൽറ്റർ വെച്ചിട്ട് ഒരു ഫീച്ചർ മാപ്പ് കിട്ടി, രണ്ടാമത്തെ ഫിൽറ്റർ വെച്ചിട്ടൊരു ഫീച്ചർ മാപ്പ് കിട്ടി. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ? അതായത് ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, ആ ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം അതിനകത്ത് മാക്സിമം വാല്യൂസിനെ എടുക്കും. ക്ലിയർ അല്ലേ? 3, അടുത്തതിനകത്ത് 0, അടുത്തതിനകത്ത് 3, അടുത്തതിനകത്ത് 1, അടുത്തതിൽ -1, അടുത്തതിൽ 1, അടുത്തതിൽ 0, അടുത്തതിൽ 3. ഓക്കെ, അപ്പോ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു വലിയ ഇമേജ് എടുക്കുന്നു, അതിനെ കൺവല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ അത് ചെറിയൊരു ഇമേജാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ അതിനെ തിരിച്ച് അപ്സാമ്പിൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ കൺവല്യൂഷൻ, ഈ പറയുന്ന മാക്സ് പൂളിംഗ് ശരിക്കും ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട്, അപ്പൊ ഒരു ന്യൂ ഇമേജ് കിട്ടി, വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട്
ഇത് ചെയ്ത് വരുമ്പോൾ അപ്പൊ നോക്കിയേ, ആദ്യം ഒരു ഇമേജ് കൺവല്യൂഷൻ, മാക്സ് പൂളിംഗ് കഴിഞ്ഞ ഒരു ന്യൂ ഇമേജ്, അടുത്ത കൺവല്യൂഷൻ ചെയ്യുന്നു, മാക്സ് പൂളിംഗ് കഴിഞ്ഞ ഒരു ന്യൂ ഇമേജ്. ഇതിങ്ങനെ ചെയ്ത് എത്ര ലെയേഴ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ആ ലെയേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അവസാനത്തെ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സിനെ ഫുള്ളി കണക്റ്റഡ് നെറ്റ്വർക്കിൽ കൊടുത്ത് അവിടെ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യും. അപ്പൊ അവസാനത്തെ ഫുള്ളി കണക്റ്റഡ് നെറ്റ്വർക്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലാറ്റനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഓരോ ലെയറിന്റെ ഇടയ്ക്ക്, അതായത് ഈ പറയുന്ന കൺവല്യൂഷൻ, മാക്സ് പൂളിംഗ്, അത് കഴിഞ്ഞ ഒരു ആക്ടിവേഷൻ ലെയർ ഉണ്ട്. ആക്ടിവേഷൻ ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ നമ്മളൊരു ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്തപ്പോഴത്തേക്ക് റീലു എന്ന് പറഞ്ഞൊരു ആക്ടിവേഷൻ ഉപയോഗിച്ചായിരുന്നുണ്ട്. അതേ ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ പ്രോഗ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അത് എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, ഈ സ്ലൈഡ്സ് ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് നോക്കാം കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഏകദേശം ഒരു വേഗ് ഐഡിയ. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇതിന് ഇത്രയും തിയറി ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എക്സ്ട്രാ റീഡിങ് ഹെൽപ്പ് ചെയ്യും. ഒന്നും കൂടെ ഒന്ന് വായിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് കുറെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഹോപ്പ് വി കൻ മൂവ് ടു ദ പ്രോഗ്രാംസ്. കുഴപ്പമില്ലല്ലോ, ഒന്നും ആ ഒരു ഇൻട്യൂഷൻ കിട്ടിയില്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? ഒന്ന് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാവോ എല്ലാവരും? നമുക്ക് നമ്മളുടെ ഇത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. എംനിസ്റ്റ് ഡാറ്റാ സെറ്റ് തന്നെ നമുക്ക് CNN അപ്ലൈ ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മളുടെ സ്വന്തം ഡാറ്റാ സെറ്റുകൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് എങ്ങനെ CNN അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ ട്രാൻസ്ഫർ ലേണിംഗ് ഹോപ്പ്ഫുള്ളി ഒരു 3 to 4 ക്ലാസ്സസിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മറ്റേ കോഡിനകത്തെ കാര്യങ്ങളൊന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാര്യം ഇവിടം വരെ നമുക്ക് സെയിം ആണ്. റീഷേപ്പ് ഒന്നും ചെയ്യണ്ട, ഇവിടം വരെ ചെയ്താൽ മതി. ഇവിടെ വരെ ഈ ട്രെയിൻ ടെസ്റ്റ് വരെ ചെയ്യാം. ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പറയൂ. ഇത്രയും കാര്യങ്ങള് TensorFlow ഇമ്പോർട്ട് ചെയ്യുക, ആവശ്യമുള്ള പാക്കേജസ് ഒക്കെ ഇടുക, ദെൻ റാൻഡം സീഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുക.
MNIST ഡാറ്റാ സെറ്റ് ലോഡ് ചെയ്യുക. ജസ്റ്റ് അതിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത CNN-ലേക്ക് പോവാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ ഔട്ട്പുട്ട്? കിട്ടി. ഒന്ന് റൺ ചെയ്യുക, എല്ലാം ലോഡ് ആകുന്നുണ്ടോ പ്രോപ്പർലി? ഓക്കെ, ഇനി ഇത്രയും ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ പോണേ. ഓക്കെ, ആദ്യം അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സീക്വൻഷ്യൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ഒരു ലീനിയർ മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ലെയർ, അതിനുശേഷം അടുത്ത ലെയർ, അതിനുശേഷം അടുത്ത ലെയർ, അങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് സീക്വൻഷ്യൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുക. സോ അതിന് ഞാൻ പേര് CNN മോഡൽ ഈക്വൽ ടു മോഡൽസ് ഡോട്ട് സീക്വൻഷ്യൽ മോഡൽ എന്ന് കൊടുത്തു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടോ? സോ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ നമ്മളുടെ ഇമേജ് തന്നെ ആയിരിക്കും, നമ്മുടെ ഇൻപുട്ട് ലെയർ തന്നെ ആയിരിക്കും. നമ്മൾ അത് പർട്ടിക്കുലർലി സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളൊരു കൺവല്യൂഷൻ ലെയർ ആഡ് ചെയ്യുന്നു. ഒരു കൺവല്യൂഷൻ ലെയർ, അത് CNN മോഡൽ ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, layers dot convolution 2D ബ്രാക്കറ്റിൽ 10,3,3 ആക്ടിവേഷൻ ഈക്വൽ ടു റീലു, ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഇത് കൊടുത്തു, ഈ ഒരു സൈസ് കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് ഓരോന്നും എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. നോക്കിയേ, ഇതില് നമ്മൾ ഇവിടെ പറഞ്ഞ 25,5,5 ബ്രാക്കറ്റിൽ ഇൻപുട്ട് ഷേപ്പ് ഈക്വൽ ടു 2, 28,28,1. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതിനകത്തെ ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് നോക്കിയേ, ഒരു 25 ഫിൽറ്റേഴ്സ് വി ഹാവ്. എത്ര ഫിൽറ്റേഴ്സ് ഉണ്ട്? ആ ഫിൽറ്റേഴ്സ് 3x3 ഫിൽറ്റേഴ്സ് ആണ്. അപ്പൊ 25 ഫിൽറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം 3x3 ഫിൽറ്റേഴ്സ് ആണ്. ദെൻ 28
28,1 എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ട് ഇമേജിന്റെ ഷേപ്പ് ആണ്. ഇൻപുട്ട് ഇമേജിന്റെ ഒരു ഇൻപുട്ട് ഇമേജിന്റെ ഷേപ്പ്. അപ്പൊ അതുപോലെ നമ്മളുടെ പ്രോഗ്രാമിന് നമ്മളിപ്പോ പറയുന്നത് we have to consider how many filters, 10 filters, each of size 3x3, 3x3 സൈസിന്റെ എന്ത് ചെയ്യാ ആയിരിക്കണം ഫിൽറ്റേഴ്സ്. ദെൻ നമ്മളുടെ ഇവിടത്തെ ഇമേജിന്റെ സൈസ് എത്രയാ? 28 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിവിടെ ചേഞ്ച് ചെയ്യാം. ഇൻപുട്ട് ഇമേജിന്റെ സൈസ് 28 into 28 into 3 അല്ല, നമ്മൾ ഒരു സിംഗിൾ ചാനൽ ഇമേജ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 28,1 ഒരു ഇൻപുട്ട് ഇമേജ് ആണ്. അപ്പൊ അതുപോലത്തെ 60,000 ഇമേജസ് നമ്മുടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു എണ്ണത്തിന്റെ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാക്സ് പൂളിംഗ് ലെയർ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന കൺവല്യൂഷൻ ലെയറിനെ ഫോളോ ചെയ്ത് വരുന്നത് ആരാണ്? ഈ മാക്സ് പൂളിംഗ് ലെയർ ആണ്. അപ്പൊ ഒരു സെറ്റ് കഴിഞ്ഞു. ദെൻ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവേഷൻ എപ്പോഴും റീലു തന്നെയാണ്. കൺവല്യൂഷൻ നമുക്ക് മാറ്റി നോക്കാം. പക്ഷെ റെക്കമെൻഡഡ് ഈസ് ആക്ടിവേഷനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? റീലു തന്നെ ഉപയോഗിക്കുക. റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര്, റീലു. ഓക്കെ. അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ ആഡ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത ലെയറിൽ നമ്മൾ 64 ഫിൽറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെയും സൈസ് 3x3 ആണ്. അവിടെ ആക്ടിവേഷൻ ലെയറിൽ നമ്മൾ റീഡു തന്നെ ഉപയോഗിച്ചു. അവിടെയും മാക്സ് പൂളിംഗ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു കൺവല്യൂഷൻ ചെയ്യുന്നു. അപ്പൊ 3 കൺവല്യൂഷനും 2 മാക്സ് പൂളിംഗ് ലെയേഴ്സും കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ഫ്ലാറ്റൻ ചെയ്യും. ഫ്ലാറ്റൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കൺവല്യൂഷൻ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലീനിയർ അറയാക്കി മാറ്റുന്നു. ആ ലീനിയർ അറയിന്ന് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ഡെൻസ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുക. നമ്മുടെ സാധാരണ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സംഭവം, ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഡെൻസ് ലെയർ. അപ്പൊ ആ ഡെൻസ് ലെയറിൽ ആദ്യം 64 നോട്ട്സ് ഉണ്ട്, പിന്നെ 32 നോട്ട്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ക്ലാസിഫൈ ചെയ്യേണ്ടത് മൊത്തം എത്ര? 10 ഡിജിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ 10 ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ ഫൈനൽ ലെയറിൽ നമുക്ക് 10 ഔട്ട്പുട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ 10 കൊടുക്കുക. ഓക്കെ. ഏത് ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ലെയറില്? ഡെൻസ് ലെയർ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡെൻസ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞപ്പോ കൺവല്യൂഷൻ കൊണ്ട് നമുക്ക് ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയ അവസാനം ഇവിടം വരെ ഫ്ലാറ്റൻ ചെയ്തപ്പോ, അത് കഴിഞ്ഞ് ശരിക്കുള്ള ക്ലാസിഫിക്കേഷൻ ടാസ്ക് ചെയ്യുന്ന ആരാ? ഈ പറയുന്ന ഡെൻസ് ലെയർ ആണ്. ഈ ഡെൻസ് ലെയറിൽ ഇപ്പൊ ഇവിടത്തെ കേസ് ഈ ഇമേജിനകത്താണെങ്കിൽ 1 2 3 4 5 ലെയേഴ്സ് ഇല്ലേ? നമ്മൾ കൊണ്ടുവന്നത് 5 ലെയേഴ്സ് അല്ല. നമ്മൾ ജസ്റ്റ് എത്ര ലെയർ കൊണ്ടുവന്നു? 3 ലെയറേ കൊണ്ടുവന്നുള്ളൂ. 64 നോട്ട്സ് ഉള്ള ഒരു ലെയർ, ദെൻ 32 നോട്ട്സ് ഉള്ള ഒരു ലെയർ, 10 നോട്ട്സ് ഉള്ള ഒരു ലെയർ. പിടിയിട്ടോ? ആ 10 നോട്ട്സിനകത്ത് എന്തുണ്ടാവും? 10 ഡിജിറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന 10 ക്ലാസ് ഓഫ് ഡിജിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നോഡുകൾ ഉണ്ടാവും. അതിൽ 0 ആണെങ്കിൽ ഫസ്റ്റ് നോഡ് ആക്റ്റീവ് ആവും, ബാക്കിയുള്ളതെല്ലാം ലോ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് അവസാനം 10 നോഡ് വരുന്നത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഈ അവസാനം മാക്സ് പൂൾ ചെയ്യണ്ടേ? അവസാനം വേണ്ട. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കൺവല്യൂഷന് ഈ കൺവല്യൂഷൻ അടുത്ത കൺവല്യൂഷനിലേക്ക് പോവാൻ വേണ്ടിയാണ് മാക്സ് പൂളിംഗ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ എപ്പോഴേ. അവിടെ നിന്ന് കിട്ടുന്ന ഫീച്ചേഴ്സ് നമ്മൾ ഡയറക്റ്റ് ഫ്ലാറ്റൻ ചെയ്ത് ഡെൻസ് ലെയറിൽ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ.
കളർ ഇമേജസ് ആണെങ്കിൽ ഇപ്പൊ ഇത് തന്നെ കളർ ഇമേജ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ചേഞ്ച് വരുന്നതെന്ന് പറയാമോ? ഒരു ഗസ് ആരെങ്കിലും? നേരത്തെ RGB അങ്ങനെ എന്തെങ്കിലും ആണോ? എങ്ങനെ? RGBയുടെ കേസ് അങ്ങനെയാണോ? അങ്ങനെ ആകുമ്പോ ഈ ഒരു ആർക്കിടെക്ചറിൽ CNN 3 ആവാം, 28:28:1 3 ആവാം. അതന്നെ 28:28:1 ചാനലാണ് ഇപ്പൊ ഗ്രേ സ്കെയിലിന്റെ കേസിൽ. അവിടെ വരുമ്പോഴത്തേക്ക് എത്രയായിരിക്കും ഷേപ്പ്? 3 ആയിരിക്കും വരിക. ആറും ജിയും ബിക്കും 3 ചാനലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇമേജിന്റെ ഷേപ്പ് തന്നെ 28:28:3 എന്നല്ലേ വരുള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഷൈലു, ഈ ലൈൻ നമ്പർ 3 ഇല്ലേ, കൺവല്യൂഷൻ 2D, അതെന്ന് വെച്ചാൽ 2D കൺവല്യൂഷൻ നെറ്റ്വർക്ക് ആണോ? അതെ. അതായത് നമുക്ക് ഈ വീഡിയോസ് ഒക്കെ പ്രോസസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന് 3D വേണ്ടില്ലേ? അതിന് 3D ആ വേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മൾ സിംഗിൾ ഇമേജ് അല്ലേ ഉള്ളൂ. ഓക്കെ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടൊന്ന് പറയണേ. ആ സമ്മറി വരെ കഴിഞ്ഞിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. ഇതിൽ ഇൻവാലിഡ് സിൻടാക്സ് വരുന്നല്ലോ, layers dot എവിടെയാ വിവി പ്രശ്നം വരുന്നത്? layers dot max pooling 2D. ഒരു ബ്രാക്കറ്റ് വിട്ടുപോയിട്ടുണ്ടോ?
ഇൻവാലിഡ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അല്ല ഒരു ബ്രാക്കറ്റ് വരെ വിട്ടുപോയിട്ടുണ്ടോ? ലൈൻ 3 തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടും ശരിയാണല്ലോ. ലൈൻ നമ്പർ 5 എനിക്ക് ഇഷ്യൂ കാണിക്കുന്നത്. ഷെയർ ചെയ്യാമെങ്കിലും നോക്കാം. ഷെയർ ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം. ശരി, സ്റ്റോപ്പ് ചെയ്യോ? സ്റ്റോപ്പ്. സ്ക്രീൻ ഷെയർ ഒന്ന് എനേബിൾ ചെയ്യോ? ഹോസ്റ്റ് ഡിസേബിൾ ചെയ്തിരിക്കുന്നു. ബ്രാക്കറ്റ് കൂടുതലാണ്. സി ക്യാപിറ്റൽ അല്ലേ? കൺവല്യൂഷണൽ 2D സി ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? സി ക്യാപിറ്റൽ ആണ്. പക്ഷെ അവിടെ അല്ലല്ലോ എറർ വന്നിരിക്കുന്നത്. മാക്സ് പൂളിംഗ് 2D ഇതല്ലേ? അല്ലടാ, ആ ലെയറില് അവിടെ വന്ന എറർ ആയിരിക്കും. നീ ബ്രാക്കറ്റ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കി. അതിന്റെ മുകളിലത്തെ ലെയറില് അവിടെയാണോ ലൈൻ നമ്പർ 5 എറർ വന്നിരിക്കുന്നത്? ഇവിടെ ഒരു ബ്രാക്കറ്റ് കുറവല്ലേ? ഈ റീലുവിന്റെ അവിടെ ഒരു ബ്രാക്കറ്റ് കുറവല്ലേ? അപ്പൊ അത് ക്യാപിറ്റൽ സിയുടെയാ. ഓക്കെ അല്ലേ? അതായത് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ലെയറില് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 20/26 ആണോ? 28 അല്ല, ഫസ്റ്റ് കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്സിലായിരുന്നു പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 28/28/1 ആണ്. ഓക്കെ, അടുത്ത ഓരോ ലെയറിലേക്കും വരുമ്പോൾ പാരാമീറ്റേഴ്സ് അങ്ങനെ വരുന്നത്. അവസാനം ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? 10 നോഡുകളിൽ വന്ന് നിൽക്കും. ആ 10 നോഡുകളിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മോഡൽ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിനെ ഒന്ന് കമ്പൈൽ ചെയ്യണം. മോഡൽ ഡോട്ട് നമ്മുടെ CNN മോഡൽ ഡോട്ട് കമ്പൈൽ ബ്രാക്കറ്റിൽ ഒരു ഒപ്റ്റിമൈസർ സ്പെസിഫൈ ചെയ്യണം. ലോസ് സ്പെസിഫൈ ചെയ്യണം. മെട്രിക്കുകൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണാമല്ലോ അല്ലെ? ഇപ്പോ സമ്മറി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിക്കഴിഞ്ഞാല് കണ്ടോ? CNN model dot compile bracket optimizer is equal to ADAM, loss is equal to categorical cause entropy, metric equal to accuracy. നമുക്ക് accuracy-നെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്.
അതിനുശേഷം ഫിറ്റ് ഫംഗ്ഷൻ വിളിക്കുക. ഫിറ്റ് ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്ര എപ്പോക്സ് റൺ ചെയ്യണം. ഈ എപ്പോക്സ് 20 ഒന്നും വരട്ടെ. ഡാറ്റാ സെറ്റ് കൂടുന്നതോറും എപ്പോക്സ് ഒരു 100, 200 ഒക്കെ വരെ എത്തും. ദെൻ ബാച്ച് സൈസ് 32 അറ്റ് എ ടൈം. ഒരു പ്രാവശ്യം പ്രോസസ് ചെയ്യുമ്പോൾ എത്രണ്ണം വെച്ചിട്ട് പ്രോസസ് ചെയ്യണം വെയിറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റും ടെസ്റ്റ് സെറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക ചെയ്യുന്നത്. X-train, X-test. ഈ അവസാനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ട്രെയിനിങ് എല്ലാം ചെയ്തതിന് ശേഷം ആ വെയിറ്റിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ട്രെയിൻ ചെയ്യല്ലേ. അപ്പൊ അത് വേണ്ട. ഒരു പ്രാവശ്യം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വെയിറ്റ്സിനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് CNN മോഡൽ ഡോട്ട് സേവ് വെയിറ്റ്സ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. വെയിറ്റ് സേവ് ചെയ്യണം പറഞ്ഞത്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും എന്താ ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കിയ ന്യൂറൽ നെറ്റ്വർക്സിന്റെ വെയിറ്റുകൾ അഡ്ജസ്റ്റ് ആയി പ്രോപ്പർ വെയിറ്റുകളിലേക്ക് എത്തുവല്ലേ ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും. അതെ. അതപ്പം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ ട്രെയിനിങ് ചെയ്യത്തില്ലല്ലോ. ഈ വെയിറ്റുകൾ വെച്ചിട്ട് പ്രിഡിക്ഷൻ മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. ഈ നെറ്റ്വർക്ക് വെച്ചിട്ട് പിന്നെ പ്രഡിക്ഷൻ അല്ലേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ട്രെയിനിങ് അല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ വൺസ് ദ ട്രെയിനിങ് ഇസ് ഓവർ, ഹാവ് ടു സേവ് ഓൾ ദ വെയിറ്റ്സ്. നമ്മൾ ഈ വെയിറ്റുകളെല്ലാം എന്ത് ചെയ്ത് വെക്കണം, സേവ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോ എന്ത് ചെയ്യുന്നത്, ആ വെയിറ്റുകളെ ലോഡ് ചെയ്ത് വീണ്ടും പ്രഡിക്ഷൻ ചെയ്യും. മുന്നേ ചെയ്തതിൽ ഇത് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല മുന്നേ ചെയ്തിട്ടില്ല. ഈ മോഡലിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് അപ്പൊ ജസ്റ്റ് മോഡൽ ലോഡ് ചെയ്യുക, ഈ വെയിറ്റ്സ് ലോഡ് ചെയ്യുക, നമുക്ക് പിന്നെ പ്രഡിക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സേവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർക്കിടെക്ചർ അല്ലേ, ഈ ആർക്കിടെക്ചറിനെയാണ് സേവ് ചെയ്ത് വെക്കുന്നത്. സേവ് വെയിറ്റ്സ് രണ്ടും വേണമല്ലോ. കാര്യം ആർക്കിടെക്ചറിൽ ലോഡ് ചെയ്തതിനു ശേഷമാണല്ലോ ആ ആർക്കിടെക്ചറിന്റെ എഡ്ജുകളിലേക്കല്ലേ വെയിറ്റുകൾ ലോഡ് ചെയ്യുന്നത്. ഇല്ല അങ്ങനെ സേവ് ആവില്ല. രണ്ടും വേണം. ചിലപ്പോ ഒരു ഫോൾഡർ അവിടെ ഉണ്ടാക്കേണ്ടി വരുമായിരിക്കും കേട്ടോ നിങ്ങള്.
ഈ ഫിറ്റ് ചെയ്യുന്നിടത്ത് ശരി ഫിറ്റ് ചെയ്യുന്നിടത്ത് വേറെ കാണിക്കുന്നു റൺ ഡിസ്ട്രിബ്യൂട്ട് കോർഡിനേറ്റർ ഓൾറെഡി കോർഡിനേറ്റർ ഓൾറെഡി ഇൻപുട്ട് 0 ഫ്ലൈസ് വിത്ത് ഇത് സെയിം തന്നെ വന്നു ഇയറിലാണോ വന്നിരിക്കുന്നത്? വാല്യൂ എറർ ഇൻപുട്ട് 0 അതന്നെ. ആ അത് ഒരു കാര്യം ചെയ്യണം. വെയിറ്റ് ഇവിടെ ഒരു ലെയർ ആഡ് ചെയ്തിട്ട് ഇപ്പോഴേ ഞാൻ കാണിക്കാം. എക്സ്ട്രെയിൻ എക്സ്ട്രെയിനകത്തെ ഫസ്റ്റ് വാല്യൂ ആണ് ഞാൻ പ്രിന്റ് ചെയ്യണത്. നോക്കിയേ, നമുക്ക് കിട്ടുന്ന ഒരു 2D അറേ അല്ലേ, കണ്ടോ? ഫസ്റ്റ് റോ മൊത്തം 0, സെക്കൻഡ് റോ മൊത്തം 0, അങ്ങനെ ഒരു സാധനം അല്ലേ നമുക്ക് കിട്ടുക അല്ലേ? ഇവര് കൺവ്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിംഗിൾ 0 ഇല്ലേ, അതും ഒരു ലിസ്റ്റ് ആയിട്ട് വരണം. മനസ്സിലായി? കാര്യം RGBയുടെ കേസിലാണെങ്കിൽ ഈ ഒരു സിംഗിൾ 0ക്ക് പകരം RGB 3 വാല്യൂസ് ഇല്ലേ, അപ്പൊ ഒരു ലിസ്റ്റ് ആയിട്ടല്ല വരുന്നത്. അപ്പൊ ഈവൻ ദോ അതൊരു സിംഗിൾ ചാനൽ ഇമേജ് ആണെങ്കിലും അതെന്തായിട്ട് വരണം, ഒരു ലിസ്റ്റ് ആയിട്ട് തന്നെ വരണം എന്നുള്ള ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വന്ന ഇമേജിനെ റീഷേപ്പ് ചെയ്യണം. ഓക്കെ, x_train equal to xtrain dot reshape of -1, 28, 1. ഓക്കെ, ഇതേ കാര്യം തന്നെ നമുക്ക് എക്സ് ടെസ്റ്റിലും ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ
ഒന്ന് എക്സ്ട്രെയിൻ്റെ ആദ്യത്തെ എലമെന്റിനെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. എക്സ്ട്രെയിൻ ഓഫ് 0 കണ്ടോ, ആ 0 എന്തായി മാറി, അഗൈൻ ഒരു ലിസ്റ്റ് ആയിട്ട് മാറി. കണ്ടോ, അപ്പൊ ഇത് നമ്മള് 3 ഡയമെൻഷണൽ ഇമേജ് ആയി, 3 ഡയമെൻഷണൽ ഡാറ്റ ആയി. ക്ലിയർ ആയോ? അത് സംശയം ഉണ്ടോ? ഇല്ല ഇല്ല. ഈ ഒരു ചേഞ്ച് കൂടെ വരും. ഈ വൈറ്റ് ചേഞ്ചിനെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും, കാറ്റഗോറിക്കൽ വാല്യൂസ് ആക്കേണ്ടി വരും. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ എന്താ നോർമലൈസേഷൻ ചെയ്യാത്തത്? എന്തിന്റെ മിസ്? അതൊക്കെ നമ്മളുടെ ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെന്നെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. നമ്മൾ അത് ഓരോന്നും ട്രൈ ഔട്ട് ചെയ്ത് നോക്കി നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. അവിടെയാണ് നമ്മളുടെ എക്സ്പെരിമെന്റും റിസർച്ചും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. നമ്മളിത് കാറ്റഗോറിക്കൽ ആക്കാൻ വേണ്ടി പഴയ എക്സ്പെരിമെന്റിൽ എന്താ ചെയ്ത് ഓർമ്മയുണ്ടോ? വൈറ്റ് ട്രെയിനെയും വൈറ്റ് ടെസ്റ്റിനെയും വൈറ്റ് ട്രെയിൻ അല്ലേ? വൈറ്റ് ട്രെയിൻ ഈക്വൽ ടു utils അല്ലേ? utils dot ഒരു മെത്തേഡ് ടു കാറ്റഗോറിക്കൽ വൈറ്റ് ട്രെയിൻ അല്ലേ? വൈറ്റ് ടെസ്റ്റിനെ അങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. വൈറ്റ് ടെസ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ശരി, ഇതിപ്പോ CPU മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ? അതെ അതെടാ, CPU മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റേ ടെൻസർഫ്ലോ GPU വേണമല്ലോ, GPU കൂടെ ഉപയോഗിക്കണം. ടെൻസർഫ്ലോ GPU ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ബാച്ചസ് ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള ഓരോ എപ്പോക്സിൽ വരുന്ന ലോസും അക്യുറസിയാണ്. ഓക്കെ, അക്യുറസി കൂടി വരണം, ലോസ് കുറഞ്ഞു വരണം.
ഷൈലു ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ മോഡലിനെ ട്രെയിൻ ചെയ്യുമ്പോഴേ ഇപ്പോ ഹലോ പറഞ്ഞോ കേൾക്കാം. നമ്മൾ ഈ ഇപ്പോക്ക് കൊടുക്കത്തില്ലേ, ഇപ്പൊ 20 എന്ന് പറയുന്നത്, നമുക്ക് അതിന്റെ കൂടെ ഇതും കൂടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇത്ര ആക്യുറസി ആകുമ്പോൾ അതിന് ശേഷം പിന്നെ ഇറ്ററേഷൻ ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യാൻ വല്ല രീതിയിൽ. അതുണ്ട്, അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് ഏർലി സ്റ്റോപ്പിംഗ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ ഓക്കെ, അതേപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. വെയിറ്റ് ഡികെ പറയാം. അതുപോലെ ഒരു പാരാമീറ്റർ കൂടെ ഉണ്ട് റെഗുലറൈസേഷന് വേണ്ടിയിട്ട്, ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ പറയാം. പിന്നെ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ? അങ്ങനെ എന്തോ കണ്ടോ, ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് അങ്ങനെ അതിലല്ലേ? മിസ് റെഗുലറൈസേഷന്റെ കാര്യം പറഞ്ഞാണോ ഡിസ്ട്രോയ് വിൻഡോസ് പറഞ്ഞത്? അത് അതിൽ വരുന്നതാണോ അത്? എനിക്കത് ഫെമിലിയർ അല്ല, അത് ഞാൻ കേട്ടിട്ടില്ല എന്താണെന്നുള്ളത്. അത് ഇതിൽ തന്നെയാണോ? പൈത്തണിൽ എന്തോ ഒരു കോഡ് കണ്ട പോലെ. ആവാൻ സാധ്യതയില്ല, അങ്ങനൊരു സാധനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ചിലപ്പോ ഉണ്ടാവുമായിരിക്കണം. നോക്കാൻ വേണമെങ്കിൽ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് അല്ല, അത് വേറെയാണ് സാർ. ആ ഡിസ്ട്രോയ് ഓൾ വിൻഡോസ് പൈത്തണിന്റെ അകത്ത് മറ്റേ ഇമേജസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഓ CB2 അല്ലേ ആ അതെ CV2-നകത്തുള്ളതാണ്. ഇതല്ലേ ഓപ്പൺ CV. എന്തെങ്കിലും ഇമേജസ് ഒക്കെ ഷോ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ട്രോയ് കളയാൻ വേണ്ടിയിട്ടാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇവിടെ ഇത്ര അക്യുറസി ഒക്കെ ഇവിടെ വന്നാലും ഇത് നമ്മുടെ ട്രെയിനിങ് ഡാറ്റയിലുള്ള അക്യുറസിയാണ് കേട്ടാ. നമുക്ക് ഈ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് എത്രയാണ് അക്യുറസി കിട്ടുന്നത്, അതായിരിക്കും നമ്മളുടെ ഫൈനൽ അക്യുറസി എന്ന് പറയുന്നത്. ഇതിപ്പോ 99, 100 വരെയൊക്കെ കിട്ടിയാലും നമുക്ക് ശരിക്കും ട്രെയിനിങ്ങിൽ കിട്ടത്തില്ല. സോറി, ടെസ്റ്റിങ്ങിൽ കിട്ടത്തില്ല. ട്രെയിനിങ്ങിലല്ല, ടെസ്റ്റിങ്ങിൽ കിട്ടിയെന്ന് വരത്തില്ല.
സേവ് വെയിറ്റിൽ നിന്നായിരുന്നു കാണിക്കോ CNN മോഡൽ? സേവ് എന്നുള്ള ഒരു മിനിറ്റ്. കണ്ടില്ല, ഒന്നര കാണിക്കോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്.